പത്തരമാറ്റിൽ അധികം വൈകാതെ തന്നെ കാണുവാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഗംഭീര എപ്പിസോഡിന്റെ ത്രില്ലടിപ്പിക്കുന്ന റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത്. 20 വർഷത്തിലധികമായി അനന്തപുരിയിൽ നിന്നും അകന്നു താമസിച്ചിരുന്ന ജലജയുടെ ഭർത്താവിനെ തേടിപ്പിടിച്ച് നയന ഒടുവിൽ അനന്തപുരിയിൽ എത്തിച്ച വാർത്ത കഴിഞ്ഞൊരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. ജലജയുടെ ഭർത്താവ് ദേവൻ അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തിയാൽ അതോടുകൂടി ജലജയുടെയും അബിയുടെയും സ്വഭാവത്തിൽ മാറ്റമുണ്ടാവുകയും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഗർഭിണിയായ നവ്യയ്ക്ക് വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നയനെ അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരുവാൻ ഉത്സാഹം കാണിച്ചത്. പണമുണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം ജീവിക്കുന്ന ജലജ ദീർഘകാലഘട്ടങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവ് കോടീശ്വരനായി ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങുന്നത് കണ്ടപ്പോഴേക്കും അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. വ്യക്തിപരമായി ജലജയ്ക്ക് അയാളോട് ഒട്ടും താല്പര്യമില്ലെങ്കിലും അയാൾ ഇപ്പോൾ സമ്പന്നനാണ് എന്നുള്ള തിരിച്ചറിവിൽ ജലജ സ്നേഹത്തോടെ അയാളെ സ്വീകരിക്കുകയും ദേവനൊപ്പം തുടർന്ന് ജീവിക്കുവാൻ താല്പര്യപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അബിയെ വേർപിരിഞ്ഞ ദേവൻ അബി ഇപ്പോൾ വിവാഹിതനായി ഒരു കുഞ്ഞിന്റെ പിതാവ് കൂടിയാകാൻ പോകുന്നു എന്നൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടി അബിയെ കെട്ടിപ്പിടിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. തന്റെ അച്ഛനാണിത് എന്നുള്ള തിരിച്ചറിവുണ്ടായിട്ടും ദേവനെ തള്ളി മാറ്റിക്കൊണ്ട് ധിക്കാരഭാവത്തോടെ അബി മാറിപ്പോകുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ജലജയാണ് പറയുന്നത്, എടാ നീ അങ്ങേരോടുള്ള വെറുപ്പും വിദ്വേഷവും ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങേരോട് ഒട്ടി നിൽക്കാൻ നോക്ക്. കാരണം അയാൾ ഇപ്പോൾ പഴയ ദേവനല്ല, കോടീശ്വരനാണ്. പുറത്ത് അയാൾ വന്നിരിക്കുന്ന കാർ കിടക്കുന്നത് നീ കണ്ടില്ലേ? ബെൻസ് കാറാണ്. നിന്റെ അച്ഛൻ ഇപ്പോൾ ബെൻസ് കാറിൽ വരണമെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ പൂത്ത പണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വിരോധമൊന്നും പുറത്ത് പ്രകടിപ്പിക്കാതെ അയാളോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം തീർച്ചയായിട്ടും നിനക്കുണ്ടാവും. ജലജയുടെ ഈ ഉപദേശം കേട്ടിട്ട് അബി പതിയെ മയപ്പെടുകയും തുടർന്ന് അച്ഛനോട് പറയുന്നുണ്ട്, അയ്യോ അച്ഛാ, എനിക്ക് അച്ഛനെ മനസ്സിലായില്ല. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതല്ലേ. അമ്മ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് അച്ഛനാണ് എന്ന് ബോധ്യപ്പെട്ടത്. ആ പഴയ മുഖം മാത്രമാണ് എൻ്റെ മനസ്സിനകത്ത് അച്ഛനെക്കുറിച്ച് ഉണ്ടായിരുന്നത്. അച്ഛനാകെപ്പാടെ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പതിയെ മയത്തിൽ തന്നോട് അടുപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. എന്നാൽ നയനയിൽ നിന്ന് കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കിയ ദേവൻ അബിയെയും ജലജയെയും വരച്ച വരയിൽ നിർത്തുവാൻ തന്നെയുള്ള തീരുമാനത്തോടു കൂടിയാണ് എത്തിയിരിക്കുന്നതും. അതിനുവേണ്ടി ദേവൻ ആദ്യം ലക്ഷ്യം വെച്ചത് അബിയെ തന്നെയാണ്. അബിക്ക് അത്യാവശ്യമായി കുറച്ച് പോക്കറ്റ് മണിയൊക്കെ കൊടുക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദേവൻ തുടർന്നുള്ള ദിവസങ്ങളിൽ തന്റെ ജീവിത പാഠങ്ങളും ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ നിരന്തരമായി അബിയോട് സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. തുടക്കത്തിലൊക്കെ ഈ സാരോപദേശങ്ങൾ അബിക്ക് വല്ലാത്ത ഇറിറ്റേഷനായി തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അബിയുടെ മനസ്സിൽ തന്നെ പറയുന്നുണ്ട്, സത്യത്തിൽ നാക്കെടുത്താൽ അമ്മയുടെ വായിൽ നിന്ന് അസൂയയും കുശുമ്പും പകയും മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ അച്ഛൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഇതുവരെയും ആരെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയോ തെറ്റായ യാതൊരു കാര്യങ്ങളും പറയുകയോ ചെയ്യുന്നില്ല. ശരിക്കും ഈ അച്ഛന്റെ മകനായിട്ട് തന്നെയല്ലേ ഞാനും ജനിച്ചത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നിൽ ഇത്രയും മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കൊടുവിൽ അബി തന്നെ മറുപടി കണ്ടെത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, അമ്മയാണല്ലോ എന്നെ വളർത്തുകയും ഉപദേശിച്ച് ഇങ്ങനെയൊക്കെ ആക്കുകയും ചെയ്തത്. അമ്മയിൽ നിന്നാണ് ജീവിതം എന്താണെന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങിയത്. അതിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് എൻ്റെ സ്വഭാവത്തിലുമുള്ളത്. എന്നാൽ ഈ കുശുമ്പും അസൂയയും ചതിയും ഒക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന എൻ്റെ അമ്മയ്ക്ക് അനന്തപുരിയിൽ ഇതുവരെയും ഒരു സ്ഥാനവുമില്ല. ആരുടെയും മനസ്സിൽ അമ്മയ്ക്ക് ഇടം പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദീർഘവർഷങ്ങൾക്ക് ശേഷം മടങ്ങിയെത്തിയ എൻ്റെ അച്ഛനോടും മുത്തശ്ശനും മുത്തശ്ശിക്കും മറ്റുള്ളവർക്കുമൊക്കെ എത്ര വലിയ സ്നേഹവും ആദരവുമാണ്. അതുകൊണ്ട് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാൻ പാടില്ല, അതൊക്കെ ശ്രദ്ധിക്കണം. തുടർന്ന് അച്ഛനും മകനുമായിട്ടുള്ള നിരന്തരമായ ഇടപെടലിൽ അബിയുടെ സ്വഭാവത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. അതിലെ ആദ്യത്തെ മാറ്റം നവ്യയോടുള്ള അബിയുടെ സമീപനത്തിലെ വ്യതിയാനം തന്നെയായിരുന്നു. വാസ്തവത്തിൽ നവ്യയ്ക്ക് പോലും തുടക്കത്തിൽ അബിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കണ്ടപ്പോൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഇതിനു മുൻപൊരിക്കൽ ഇതുപോലെ സ്നേഹം നടിച്ച് ഒപ്പം കൂട്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് അബി അവളെ ചതിച്ചതാണ്. അതുകൊണ്ട് തന്നെ അബിയുടെ ഓരോ പെരുമാറ്റങ്ങളെയും വളരെ സംശയദൃഷ്ടിയോടുകൂടി തന്നെയാണ് നവ്യ വീക്ഷിച്ചു പോരുന്നത്. എന്നാൽ അബി ആകട്ടെ അച്ഛന്റെ സ്വാധീനത്തിന്റെ കീഴിൽ വിധേയപ്പെട്ടതിനാൽ വളരെ ആത്മാർത്ഥമായ തിരുത്തലുകളിലേക്ക് തന്റെ ജീവിതത്തെ എത്തിക്കുവാൻ തുടങ്ങി. അബിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളും നവ്യയോടുള്ള സമീപനവും ഒക്കെ കണ്ടിട്ട് ജലജയ്ക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. ഒടുവിൽ ജലജ അബിയോടത് തുറന്നു ചോദിക്കുന്നുണ്ട്, എടാ നിന്നെ ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരവസരം കിട്ടിയാൽ ഈ വീട്ടിൽ നിന്നും അവളെ അടിച്ചിറക്കി വിട്ടിട്ട് കൊള്ളാവുന്ന ഏതെങ്കിലും പെൺപിള്ളേരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് സദാസമയവും സങ്കടപ്പെട്ട് നടന്ന നീ ഇപ്പോൾ നിന്റെ പെണ്ണുപിള്ളയുടെ സാരിത്തുമ്പിൽ നിന്നും മാറുന്നില്ലല്ലോ. നിനക്ക് എന്താടാ പറ്റിയത്? നീ സ്നേഹം അഭിനയിക്കുകയാണോ അതോ ശരിക്കും നിനക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയതാണോ? എന്റെ സംശയം അവൾ നിനക്കിപ്പോൾ എന്തെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇനി അതുമല്ലെങ്കിൽ നിന്റെ തന്ത ഇവിടെ വന്നതുകൊണ്ട് നിനക്കെന്തെങ്കിലും മാറ്റം വന്നതാണോ? ഞാൻ നിന്നോട് അയാൾ വന്നപ്പോഴേ പറഞ്ഞതാണ്, അയാളുടെ കാശിന് വേണ്ടി മാത്രമേ അയാളോട് ഒട്ടി നിൽക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ അബി പറയുകയാണ്, അമ്മ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം എന്നിൽ കാണുന്നുണ്ടെങ്കിൽ അത് സത്യമായിട്ടുള്ളതാണ്. ചില തിരിച്ചറിവുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകണം എന്ന് ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു. ആവശ്യമില്ലാതെ അമ്മ ഇനി നവ്യയെ കുറ്റപ്പെടുത്താനും ശകാരിക്കാനും ഒന്നും നിൽക്കല്ലേ. എന്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു പെണ്ണിനും സ്ഥാനമുണ്ടാവുകയില്ല. മാത്രവുമല്ല, അവൾ എന്റെ കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അവളെയും കുഞ്ഞിനെയും സ്നേഹിച്ച് അവർക്കൊപ്പം ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ലമ്മേ. എടാ, ഇത് മറ്റേത് തന്നെയാണ്, കൈവിഷം. അവളുമാരതിന് മിടുക്കികളാണ്. നിനക്ക് നല്ല ഒന്നാന്തരം കൈവിഷം തന്നു നിന്നെ മയക്കിയെടുത്തിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ അബി തന്റെ മനസ്സിൽ പറയുന്നുണ്ട്, അമ്മയോട് വെറുതെ ഉടക്കാൻ നിൽക്കുകയോ വാശി പിടിപ്പിക്കുകയോ ചെയ്യണ്ട. തൽക്കാലം ശാന്തമായിട്ട് വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഈ ഒരു ദേഷ്യം കൂടി ചിലപ്പോൾ നവ്യയുടെ മേൽ ചാർത്തിയിട്ട് അവളെ ഏതെങ്കിലും തരത്തിൽ അമ്മയെ ഉപദ്രവിക്കുവാൻ ശ്രമിക്കും. നീ എന്താടാ ഈ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത്? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നുമില്ലേ? അല്ലമ്മേ, അത് പിന്നെ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും മറ്റുള്ള ആരും തന്നെ എൻ്റെ ഇപ്പോഴത്തെ ജീവിതശൈലി ഇഷ്ടപ്പെടുന്നവരല്ല. അവരുടെ ആരുടെയും താല്പര്യപ്രകാരമായിരുന്നില്ലല്ലോ ഞാൻ നവ്യയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതെന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു. എന്നിട്ടിപ്പോൾ അവളെ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു കുട്ടിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറായാൽ മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവന്മാരും അതിനൊക്കെ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവരുടെയൊക്കെ വാക്കിനെ ധിക്കരിച്ചുകൊണ്ട് എന്നെ മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ അമ്മയ്ക്ക് പറ്റുമോ? അതുമാത്രവുമല്ല, ഞാൻ വല്ലാതെ അവളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെയാണ് അവൾ അവളുടെ വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവളെ ഞാൻ ഒഴിവാക്കുവാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഈ വീടിന്റെ പുറത്തേക്ക് എന്നേക്കുമായി പോകേണ്ടി വരുന്നത് ഞാൻ തന്നെയായിരിക്കും. പെട്ടെന്ന് ജലജ കോപത്തോടു കൂടി പറയുകയാണ്, അബി, നീ എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ഈ ജന്മത്തിൽ അവളെ ഞാൻ എൻ്റെ മരുമകളായി അംഗീകരിക്കില്ല. അങ്ങനെ ഒരു പൂതി ഉണ്ടെങ്കിലേ മോൻ ഇപ്പോൾ തന്നെ മനസ്സിനകത്തുനിന്ന് ഇറക്കി വെച്ചേരെ. ഇത് പറഞ്ഞിട്ട് ജലജ ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് ജലജ അനാമികയുമായി സംസാരിക്കുന്ന കാഴ്ചയാണ്. അനാമിക പറയുന്നുണ്ട്, അപ്പച്ചി ശ്രദ്ധിക്കുന്നുണ്ടോ? ഈയിടെയായിട്ട് അബിയേട്ടന് വലിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നേരെ നോക്കിയാൽ കീരിയും പാമ്പുമായിരുന്ന അബിയേട്ടനും ആ നവ്യയും ഇപ്പോൾ വലിയ സ്നേഹത്തിലാണ്. എന്തുപറ്റി ഇത്രയും മാറ്റത്തിന് കാരണം? ഇനിയിപ്പോൾ അപ്പച്ചിയും മോന്റെ പാതയിലേക്ക് തന്നെയാണോ പോകുന്നത്? അനാമിക മോളെ, നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അബിയുടെയും നവ്യയുടെയും കാര്യത്തിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ഈ ജലജയാണ് തീരുമാനിക്കുന്നത്. അവൻ എന്തെല്ലാം സ്നേഹം നടിച്ചാലും അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചെടുക്കുവാൻ എൻ്റെ കയ്യിൽ മരുന്നുകളുണ്ട്. അപ്പച്ചി, അബിയേട്ടന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നിൽ അച്ഛൻ വന്നതുകൊണ്ടായിരിക്കും. ഇല്ല എങ്കിൽ അവളുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞായിരിക്കും. ആ കുട്ടിയുടെ അച്ഛൻ അബിയേട്ടനാണല്ലോ. അതുകൊണ്ട് തന്നെ ആ ചിന്തകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ അബിയേട്ടനെ ഇങ്ങനെ മാറ്റത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ പറ്റിയാൽ അബിയേട്ടൻ മാറും. പിന്നെ അവളോട് അബിയേട്ടൻ സ്നേഹം കാണിക്കില്ല. മാത്രവുമല്ല, ആ കുഞ്ഞില്ലാതെയായാൽ അവൾക്ക് പിന്നെ അനന്തപുരിയിൽ ഒരു കാരണവശാലും അവകാശം പറഞ്ഞ് കടിച്ചു തൂങ്ങാൻ കഴിയത്തുമില്ല. അതേ മോളെ, അത് തന്നെയാണ് സത്യം. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ചിന്ത ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാൻ അവനോട് നേരത്തെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവൻ അതിന് സമ്മതവുമായിരുന്നു. അവനും ഞാനും കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ അത് നടത്തിയെടുക്കാമായിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവൻ എൻ്റെ കാലു വാരിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ പ്ലാൻ ചെയ്തത് നടക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും വഴി ഇനിയിപ്പോൾ കണ്ടുപിടിച്ചേ പറ്റൂ. അപ്പോൾ അനാമിക പറയുകയാണ്, അപ്പച്ചിയുടെ മനസ്സിലെ നന്മയും സത്യസന്ധതയും എല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അവളുമാർ ഈ തറവാട്ടിൽ ഒരിക്കലും ജീവിക്കുവാൻ യാതൊരു അർഹതയുമുള്ളവരല്ല. അത് സത്യമാണ്. അതിനെതിരായിട്ടാണ് അപ്പച്ചി ഈ പട പൊരുതുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അപ്പച്ചിയുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. അവളുടെ കുഞ്ഞിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണമെങ്കിലും ഞാൻ അപ്പച്ചിയുടെ കൂടെ ഉണ്ടാവും. അനാമികയുടെ വായിലൊന്നും ഇത്തരം വാക്കുകൾ കേട്ടപ്പോൾ ജലജയ്ക്ക് വലിയ സന്തോഷമാവുകയാണ്. തുടർന്ന് കാണുന്നത് നവ്യയ്ക്ക് ഒരു ഗ്ലാസ് പാലുമായി നയന നവ്യയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. ചേച്ചി, ഇതാ പാല് കുടിക്ക് എന്ന് നയന പറയുമ്പോൾ, മോളെ, എനിക്കിപ്പോൾ പാല് വേണ്ട, എനിക്കിത് കുടിക്കാൻ തോന്നുന്നില്ല ഇപ്പോൾ. ചേച്ചി, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് ചേച്ചി പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെയും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് ശരീരത്തെ ബാധിക്കുമെന്ന് മാത്രമല്ല, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും അത് കാര്യമായി ബാധിക്കില്ലേ? എൻ്റെ മോളെ മനഃപൂർവ്വം കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുന്നതല്ലല്ലോ. വിശപ്പ് വേണ്ടേ? അതില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. ചേച്ചിക്ക് പ്രസവത്തിനുള്ള ദിവസങ്ങൾ അടുത്തു വരികയാണ്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ സ്വാഭാവികമാണ്. 7 മാസം കഴിയുമ്പോൾ സാധാരണ പെൺകുട്ടികളൊക്കെ സ്വന്തം വീട്ടിലാണ് തുടർന്നുള്ള നാളുകൾ നിൽക്കുന്നത്. ചേച്ചിയാണെങ്കിൽ ഇവിടുന്ന് പോകുന്നുമില്ല. നയനെ, നിനക്കറിയാലോ, അബിയുടെ സ്വഭാവത്തിൽ ഈയിടെയായിട്ട് കാര്യമായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ ആത്മാർത്ഥമായിട്ട് എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുക. ആദ്യമൊക്കെ എനിക്ക് ഭയമായിരുന്നു അവൻ്റെ ഈ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ. സ്നേഹം നടിച്ച് കൂടെ കൂട്ടിയിട്ട് എന്തെങ്കിലും വൃത്തികേട് കാണിച്ച് എന്നെയോ കുഞ്ഞിനെയോ ഇല്ലാതെയാക്കും എന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അവൻ്റെ സ്നേഹം വളരെ ആത്മാർത്ഥമായിരുന്നുവെന്ന്. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഇവിടെ തന്നെ തുടരുന്നതാണ് കൂടുതൽ താല്പര്യം. മാത്രവുമല്ല, നീയും ഇവിടെ ഉണ്ടല്ലോ.
നിന്നെ കൂടി ഓർത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകാതിരിക്കുന്നത്. ഇവിടെ ഒരു അവസരം കിട്ടിയാൽ വാരി താഴെ ഇടുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില ആൾക്കാരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ മുമ്പിൽ നീ നാക്കെടുത്തൊന്നും സംസാരിക്കാറ് പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് ദീർഘദിവസങ്ങൾ വീട്ടിൽ പോയി നിൽക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നയന പറയുകയാ, ചേച്ചി, ആദർശേട്ടനും എന്നോട് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു അബിയുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച്. അബിയുടെ അച്ഛൻ വന്നതോടുകൂടി അവനിൽ വലിയ വ്യത്യാസങ്ങളാണ് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നത്. ആദർശേട്ടന് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല അവന് കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ചും പറഞ്ഞിരുന്നു. കാരണം ഉത്തരവാദിത്തങ്ങളൊക്കെ പതിയെ പതിയെ അബിയും ഏറ്റെടുക്കട്ടെ എന്നൊരു ചിന്തയാണ് ആദർശേട്ടന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത്. എന്തായാലും ഭഗവാൻ നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും ഒക്കെ കണ്ടു. അതിനുള്ള മറുപടിയാണ് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ഒന്നും ഭയപ്പെടാനില്ല ചേച്ചി. തുടർന്ന് നയനയും നവ്യയും കൂടി താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും കൂടി എന്തോ സംസാരിച്ചുകൊണ്ട് ഹാളിലിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചേച്ചിയും അനിയത്തിയും കൂടി അവരുടെ അരികിലേക്ക് നടന്നെടുക്കുമ്പോൾ നയനയും നവ്യയും കൂടി ഇറങ്ങി വരുന്ന കാഴ്ച ദൂരവേ വെച്ച് കണ്ടിട്ട് ഒന്നും അറിയാത്തതുപോലെ പെട്ടെന്ന് അനാമിക വേഗത്തിൽ പാഞ്ഞവിടേക്ക് വരികയാണ്. തുടർന്ന് അബദ്ധത്തിലെന്ന വണ്ണം നവ്യയുടെ ദേഹത്ത് നല്ലൊരു തട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഒരു തള്ളു തന്നെയാണ് നൽകുന്നത്. അപ്രതീക്ഷിതമായി ലഭിച്ച ആ ആഘാതത്തിൽ പെട്ടെന്ന് നവ്യയുടെ കൺട്രോൾ നഷ്ടമാവുകയും നവ്യ താഴേക്ക് വീഴുകയും ചെയ്യുകയാണ്. നവ്യയുടെ വീഴ്ച കണ്ടുകൊണ്ട് മുത്തശ്ശിയും ദേവയാനിയും ഒരുമിച്ച് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടി അടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് തന്ത്രപരമായി അനാമിക പറയുകയാണ്, മുത്തശ്ശി, ഞാൻ കണ്ടില്ല നവ്യേച്ചി ഇവിടെ വരുന്നത്. ഗർഭിണിയൊക്കെ ആയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു നടക്കണ്ടേ? ഞാൻ സാധാരണ രീതിയിൽ നടന്നു വന്നതേ ഉള്ളൂ. സത്യത്തിൽ എനിക്ക് തന്നെ ഒരു ഷോക്കായി പോയി ഇടിച്ചപ്പോഴേക്കും. അപ്പോൾ നയന പറയുന്നുണ്ട്, അനാമികെ, നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. ഇത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന് വിശ്വസിക്കുന്ന ചിലരൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല. നീ ഇത് മനഃപൂർവ്വം ചെയ്തതാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാണ് അവരെ മനഃപൂർവ്വം ഇങ്ങനെ തള്ളിയിടുന്നത്? അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണുള്ളത്? ഈ സമയത്ത് താഴെ വീണ നവ്യ പതിയെ എഴുന്നേൽക്കുവാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അസഹനീയമായ വേദന വയറ്റിലുണ്ടായതുകൊണ്ട് വീണയിടത്ത് എഴുന്നേറ്റിരുന്നു കൊണ്ട് വയറ്റിൽ കൈവച്ച് അയ്യോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് ദേവയാനി പറയുന്നുണ്ട്, മോളെ ആദർശനോട് പറ, വേഗത്തിൽ വണ്ടി എടുക്കുവാൻ, നമുക്ക് നവ്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. ഈ സമയത്ത് നവ്യയ്ക്ക് ബ്ലീഡിങ്ങും ആരംഭിച്ചു. എല്ലാവരും വല്ലാത്ത പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോൾ ആദർശ് വേഗം ഓടി വന്ന് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി നവ്യയെ പൊക്കിയെടുത്ത് കാറിനുള്ളിലേക്ക് കയറ്റിയിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അനാമിക ഇതെല്ലാം കണ്ടു നിന്നുകൊണ്ട് മനസ്സിൽ പറയുകയാണ്, ഇക്കുറി തീരുമടി, നീയും നിന്റെ കുഞ്ഞും തീരും. നിന്നെ അനന്തപുരിയിൽ നിന്ന് വേരോടെ പിഴുത് കളയുമെന്ന് അനാമിക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും ഞാൻ. ഇത് പറഞ്ഞ് ഉള്ളിൽ ചിരിച്ചുകൊണ്ട് തന്റെ മുറിയിലേക്ക് താൻ കടന്നു പോവുകയാണ്. തുടർന്ന് കാണുന്നത് ആശുപത്രിയിൽ നടക്കുന്ന നാടകീയമായ രംഗങ്ങളാണ്. ഡോക്ടർ നവ്യയെ പരിശോധിച്ചതിന് ശേഷം ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, നവ്യയ്ക്ക് നന്നായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല പ്രസവത്തിലുള്ള ഡേറ്റുമായിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് എന്തൊക്കെയോ അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്ത് സംഭവിച്ചതാണ് നവ്യയ്ക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകുവാൻ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് പിന്നെ ഡോക്ടർ, അവൾ ചെറുതായിട്ടൊന്ന് വീണതാണ്. പക്ഷെ വയറൊന്നും അങ്ങനെ താഴെ വന്ന് അടിച്ചിട്ടില്ല. ഓ, അത് ശരി. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈകിക്കാൻ കഴിയില്ല. ഓരോ നിമിഷം കഴിയും തോറും അത് കുഞ്ഞിനെയും അമ്മയെയും ബാധിക്കും. അതുകൊണ്ട് വേഗത്തിൽ തന്നെ ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാൻ ശ്രമിക്കാം. ഇത് പറയുമ്പോഴേക്കും നയന വല്ലാത്തൊരു സങ്കടത്തോടു കൂടി ആദർശിന്റെയും ദേവയാനിയുടെയും മുഖത്തേക്ക് അമ്പരന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ കാര്യമായിട്ട് ടെൻഷൻ അടിക്കാനൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സിസേറിയനൊക്കെ കഴിയും. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് ആദർശ് അബിയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അബി ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്യുന്നു. എന്നാൽ ജലജയാകട്ടെ അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ല. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നഴ്സ് വളരെ ഓമനത്തമുള്ളൊരു കുഞ്ഞുമായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നവ്യയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു, ആൺകുഞ്ഞാണ്. പെട്ടെന്ന് തന്നെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഓടിച്ചെന്ന അബി തന്റെ കുഞ്ഞിനെ ആ നേഴ്സിന്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങുന്നുണ്ട്. അബിയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തതിന് ശേഷം നേഴ്സ് പറയുന്നുണ്ട്, ദിവസം പൂർത്തിയാക്കാതെയല്ലേ കുഞ്ഞിനെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ വീഴ്ചയിലുണ്ടായ ആഘാതവും ചെറിയ രീതിയിൽ കുഞ്ഞിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുഞ്ഞിനെ ഒബ്സർവേഷനിൽ വെക്കുവാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ആ നേഴ്സ് അബിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. കുട്ടിയുമായിട്ട് ആ സിസ്റ്റർ പോയതിനു ശേഷം അബി നയനയോട് ചോദിക്കുന്നുണ്ട്, നയനേച്ചി ശരിക്കും എന്താണ് വീട്ടിൽ സംഭവിച്ചത്? അപ്പോൾ നയന പറയുകയാണ്, അത് അബി, അനാമികയാണ് ചേച്ചിയെ വീഴ്ത്തിയത്. ഞാനും ചേച്ചിയും കൂടി മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. ഈ സമയത്ത് ബോധപൂർവം അവൾ ദേഹത്ത് വന്ന് തട്ടി ചേച്ചിയെ താഴേക്കിടുകയായിരുന്നു. ഇത്രയും കേട്ടിട്ട് വല്ലാത്തൊരു കോപത്തോടു കൂടി അബി പറയുകയാണ്, ഞാൻ അവളെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഇത് പറഞ്ഞ അബി ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണുന്നത് അനന്തപുരിയിലേക്ക് എത്തിയ അബി വലിയ ദേഷ്യത്തോടു കൂടി അനാമികയോട് ചോദിക്കുകയാണ്, എടി, നീ എന്തിനാണ് നവ്യയെ പിടിച്ച് തള്ളിയിട്ടത്? അവളെയും അവളുടെ കുഞ്ഞിനെയും കൂടി കൊന്നുകളയാനുള്ള ഭാവമായിരുന്നു നിനക്ക്, അല്ലേ? അയ്യോ അബിയേട്ട, എന്തൊക്കെയാണ് ഈ പറയുന്നത്?
ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മനഃപൂർവ്വമല്ല ഒന്നും സംഭവിച്ചത്. അവർ വരുന്നത് ഞാൻ കണ്ടില്ല. അറിയാതെ ചേച്ചിയുടെ ശരീരത്തിൽ മുട്ടിപ്പോയതാണ്. അപ്പോൾ തന്നെ ചേച്ചി താഴെ വീഴുകയും ചെയ്തു. നീ കൂടുതലൊന്നും എന്നോട് സംസാരിക്കണ്ട. എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. അടിച്ചതിന്റെ കാരണം ഞാൻ പോയിക്കും. നീ എല്ലാവരോടും കളിക്കുന്നത് പോലെ അബിയുടെ കുടുംബത്തിൽ കയറി കളിക്കരുത്. എനിക്ക് വേറൊരു മുഖമുണ്ട്, നീ അത് കാണും. അബിയുടെ ഈ സംസാരം കേട്ടിട്ട് പെട്ടെന്ന് അനാമിക അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് മനസ്സിൽ പറയുകയാണ്, ഈയിടെ മുൻപിൽ നിന്ന് കഴിഞ്ഞാൽ സംഗതി ചിലപ്പോൾ വഷളാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം സ്ഥലം വിടുന്നതാണ് നല്ലത്. എന്നിട്ട് പെട്ടെന്ന് അനാമിക അബിയുടെ മുഖത്ത് നോക്കി പറയുകയാണ്, അതെനിക്ക് പണ്ടേ മനസ്സിലായതാണ്, നിങ്ങൾക്ക് വേറൊരു മുഖമുണ്ടെന്ന്. അത് അവിടെ തന്നെ അങ്ങ് വെച്ചാൽ മതി, എന്റെ അടുത്ത് കാണിക്കണ്ട. ഇത്രയും പറഞ്ഞിട്ട് വേഗം താൻ മുറിയിൽ കയറി കഥ കടക്കുകയാണ്. ഈ സംസാരങ്ങളൊക്കെ കേട്ടുകൊണ്ട് ജലജ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് ജലജ അബിയോട് പറയുകയാണ്, അവൾ ചെയ്തതിലെ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല. അവൾ മനഃപൂർവ്വമാണ് അങ്ങനെ ചെയ്തതെങ്കിൽ നന്നായി പോയി എന്ന് മാത്രമേ ഞാൻ പറയൂ. എനിക്ക് അവളെയും അവൾ പെറ്റ കൊച്ചിനെയും കാണുകയേ വേണ്ട. പെട്ടെന്ന് അബി ജലജയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ്. അമ്മ എന്ത് വൃത്തികേടാണ് ഈ പറയുന്നത്? അമ്മയുടെ ഒരു സംസാരവും എനിക്കിനി കേൾക്കണ്ട. ഇത്രയും നാളും അമ്മയുടെ എല്ലാ വൃത്തികേടുകൾക്ക് ഞാൻ കൂട്ടുനിന്നു. ഇനിയും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത്. എന്താടാ, നീ എന്നെ തല്ലുവോ? നിന്റെ ഭാവം കണ്ടിട്ട് നീ തല്ലാൻ നിൽക്കുന്നത് പോലെ ഉണ്ടല്ലോ. നിന്റെ ഭാര്യയുടെ തലയുടെ മന്ത്രവും കൈവിഷവും ഒക്കെ നിനക്ക് നന്നായിട്ട് ഫലിച്ചിട്ടുണ്ട്. എന്തായാലും അവൾ അങ്ങനെ കൂടുതൽ സുഖിക്കാനൊന്നും ജലജ സമ്മതിക്കില്ല. ഇത് ഞാൻ പറഞ്ഞെന്ന് അവളോട് പ്രത്യേകം പറഞ്ഞേര് എന്ന് പറഞ്ഞിട്ട് ജലജ ചാടിത്തുള്ളി അങ്ങ് പോവുകയാണ്. തുടർന്ന് റൂമിൽ കയറി കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വീണ്ടും അബി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അല്പനിമിഷം കഴിഞ്ഞപ്പോൾ അനാമികയുടെ അച്ഛനും അമ്മയും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അനാമിക അവരോട് പറയുന്നുണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളും, തുടർന്ന് നവ്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു, കുട്ടിയെ പുറത്തെടുത്തു, ഈ വിവരങ്ങളെല്ലാം. അതുമാത്രവുമല്ല, ഒരു പേരക്കുട്ടി ജനിച്ചിട്ട് അതിനെ കാണാൻ പോലും കൂട്ടാക്കാതെ ജലജ അപ്പച്ചി മുറിയിൽ ഇരിപ്പുണ്ട് എന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ രേവതി പറയുകയാണ്, ആഹാ, എങ്കിൽ പിന്നെ ജലജയെ ഒന്ന് കാണണമല്ലോ, വാ എന്ന് പറഞ്ഞിട്ട് മൂവരും കൂടി ജലജയുടെ മുറിയിലേക്ക് പോവുകയാണ്. രേവതിയും വേണുവും അനാമികയും കൂടി ആ മുറിയിലേക്ക് എത്തുമ്പോൾ ജലജ അങ്ങനെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി കട്ടിലിൽ കുനിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അല്ല ജലജെ, ഒരു പേരക്കുട്ടി ജനിച്ചപ്പോൾ സന്തോഷിക്കേണ്ടതിന് പകരം ഇങ്ങനെ കുത്തിയിരുന്ന് കരയുകയാണോ? ജലജ ഒരു മുത്തശ്ശിയായിരിക്കുകയല്ലേ, അതുകൊണ്ട് സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെ ശവത്തിൽ കുത്തുന്നത് പോലെ സംസാരിക്കരുത് വേണു. അവൾ പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള സന്തോഷം മുഴുവൻ പോയതാണ്. ഒരിക്കലും അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു നടന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ജലജയെ ഒരു പ്രതീക്ഷയും പാളിയിട്ടില്ല. ഇനിയും നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ ധാരാളമുണ്ട്. ആ കൊച്ചിനെ ജലജയ്ക്ക് വേണ്ട. ആ കൊച്ച് അനന്തപുരിയിൽ വരാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ കാര്യം. അതൊക്കെ നിസ്സാരമാണെന്നേ. നമ്മുടെ കയ്യിൽ അതിനൊക്കെയുള്ള ആളുകളുണ്ട്. പറഞ്ഞാൽ പറയുന്ന പണി കൃത്യമായിട്ട് ചെയ്യുന്ന എത്രയോ ആൾക്കാരെ വേണം. അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ ആ കൊച്ചിനെ അവരവിടുന്ന് കടത്തും. പെട്ടെന്ന് ജലജയുടെ മുഖം അങ്ങ് പ്രകാശിക്കുകയാണ്. ജലജ വേണുവിനോട് ചോദിക്കുകയാണ്, സത്യമാണോ ഈ പറയുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വൈകിക്കരുത്. എന്തു ചെയ്തിട്ടാണെങ്കിലും ആ കൊച്ചിനെ അവളുടെ അടുത്ത് നിന്ന് മാറ്റണം. അവൾ ഇനി ഒരിക്കലും ആ കുഞ്ഞിന്റെ മുഖം കാണരുത്. ജലജെ, അതൊക്കെ വളരെ നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ചെലവുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് ചെറിയ പൈസയൊന്നും കൊടുത്താൽ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള പണികൾക്കൊക്കെ ലക്ഷങ്ങളാണ് ഇവന്മാരൊക്കെ ആവശ്യപ്പെടുന്നത്. എത്ര ചെലവായാലും എനിക്കതൊരു പ്രശ്നമല്ല. പണം എത്ര വേണമെങ്കിലും ഞാൻ സംഘടിപ്പിച്ചു തരാം. ഇല്ലെങ്കിൽ സ്വർണം എൻ്റെ കയ്യിലുണ്ട്. അത് വിറ്റിട്ടാണെങ്കിലും അവർക്ക് കൊടുക്കാനുള്ള തുക കൊടുക്കാം. വേണു എത്രയും വേഗം അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. ജലജയുടെ ഈ വാക്ക് കേട്ടുകൊണ്ട് തുടർന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊച്ചിനെ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി വേണു ചില ആൾക്കാരെ ഏർപ്പാട് ചെയ്യുകയാണ്. അങ്ങനെ കുഞ്ഞിനെ അപഹരിക്കുവാൻ വേണ്ടി വേണു അയച്ച ആൾക്കാർ ആശുപത്രിയിലെത്തുന്നു. 2-3 ദിവസത്തെ നഴ്സുമാരുടെ പ്രത്യേക പരിചരണത്തിന് ശേഷം നവ്യയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ അവർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. ആദർശും നയനയും അനന്തപുരിയിലെ മറ്റെല്ലാവരും വലിയ ആഹ്ലാദത്തിലാണ്. ഒപ്പം നവ്യയ്ക്ക് കൂട്ടിരിക്കുവാൻ വേണ്ടി കനകയും ഗോവിന്ദനും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ നേഴ്സ് അവർക്ക് കൈമാറി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സിന്റെ വേഷത്തിൽ മറ്റൊരു സ്ത്രീ അവിടേക്ക് എത്തുകയും തുടർന്ന് കുട്ടിയുടെ ബ്ലഡ് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നുണ്ട്. യാതൊരു സംശയവും തോന്നാതെ പെട്ടെന്ന് ബെഡിൽ നിന്നും കനക കുഞ്ഞിനെ എടുത്ത് ഈ നേഴ്സിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. കുട്ടിയെ ലഭിച്ചപ്പോൾ ഉടൻ തന്നെ ആ സ്ത്രീ ആ കുഞ്ഞുമായിട്ട് ആശുപത്രിയുടെ പിറകിലെ വഴിയിലേക്ക് നടക്കുകയും അവിടെ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലേക്ക് വന്ന് കയറുകയുമാണ്. കുഞ്ഞുമായിട്ട് ഇവരുടെ വരവ് പ്രതീക്ഷിച്ചിരുന്ന വേണുവിന്റെ കൈകളിലേക്ക് തന്നെ ഈ കുട്ടിയെ അവർ വെച്ച് നീട്ടുമ്പോൾ വേണു പറയുകയാണ്, എന്റെ കയ്യിലോട്ട് വെച്ച് നീട്ടിയിട്ട് ഞാൻ എന്തെടുക്കാനാ? എവിടെയെങ്കിലും പോയി കൊന്നു കുഴിച്ചിടണം. അയ്യോ സാറേ, ഈ കുഞ്ഞിനെ കൊല്ലാനോ? സാർ പറഞ്ഞത് കേട്ട് ഞാൻ കുഞ്ഞിനെ എടുത്തു തന്നു. പക്ഷേ ഇതിനെ കൊന്നുകളയാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഒന്നും അറിയാത്തൊരു പിഞ്ചു കുഞ്ഞല്ലേ സാറേ. അതിനെ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിന്റെ തിണ്ണക്കെങ്ങാനും കിടത്താം, അല്ലെങ്കിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഉപേക്ഷിക്കാം. കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ആർക്കെങ്കിലും വളർത്താൻ വെറുതെ കൊടുത്തേക്കാം സാറേ, പക്ഷെ കൊല്ലരുത്.
അപ്പോൾ വേണു പറയുകയാണ്, ഓ ഓ ശരി ശരി, കൂടുതൽ സംസാരിക്കാതെ വണ്ടിയിലോട്ട് കയറ്റ്, എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണം, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ച് എല്ലാം കൂടി അകത്താവും. ഇത്രയും പറഞ്ഞ് അവർ വണ്ടി വിട്ട് വേഗം പോവുകയാണ്. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നവ്യ കിടക്കുന്ന മുറിയിലേക്ക് ഒരു നേഴ്സ് വന്നിട്ട് കുഞ്ഞിന്റെ അല്പം ബ്ലഡ് എടുക്കാനുണ്ട്, അതുകൊണ്ട് കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കനക പറയുന്നു, ബ്ലഡ് എടുക്കാനോ? കുഞ്ഞിനെ ഏകദേശം 30 മിനിറ്റിന് മുമ്പ് ഒരു സിസ്റ്റർ വന്നിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയല്ലോ, ബ്ലഡിന്റെ ചെക്കപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ആ നേഴ്സ് അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് പറയുന്നു, അയ്യോ ഞങ്ങളാരും കുഞ്ഞിനെ വന്ന് എടുത്തിട്ടില്ല, മറ്റാരെങ്കിലും ആയിരിക്കും അത് ചെയ്തത്. ഇത്രയും കേട്ടപ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്തതിന്റെ വേദനയിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന നവ്യ പെട്ടെന്നൊരു അലർച്ചയോടുകൂടി കരയുകയാണ്. ഗോവിന്ദനും കനകയും നയനയും ഒക്കെ വല്ലാത്ത പരിഭ്രാന്തിയിലാവുകയും ബഹളം കൂട്ടുകയും ചെയ്യുന്ന സമയത്ത് ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, മോളെ പെട്ടെന്ന് ആദർശ് മോനെയും അബിയെയും വിളിച്ചിട്ട് വിവരം പറയൂ, അവരെത്തിയാൽ വേഗത്തിൽ അന്വേഷിക്കാമല്ലോ, എന്തായാലും ഇതിൽ എന്തോ ചതി നടന്നിട്ടുണ്ട്. ഉടൻ തന്നെ നയന ആദർശിനെയും അബിയെയും വിവരം അറിയിക്കുകയാണ്. കാര്യമറിഞ്ഞുകൊണ്ട് ഇരുവരും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അബിയെ കണ്ടപ്പോഴേക്കും ആദർശ് അബിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ്. കോളർ കയറി പിടിച്ചിട്ട് പറയുന്നടാ, സത്യം പറയണം, നീയല്ലേ ഇതിന്റെ പിൻപിൽ കളിച്ചത്? കുറച്ച് ദിവസങ്ങളായിട്ട് നീ നവ്യയോട് സ്നേഹം കാണിച്ച് നടന്നപ്പോഴേ എന്റെ മനസ്സിൽ സംശയം തോന്നിയതാണ്. പിന്നെ ഞാൻ കരുതി നിന്റെ സ്നേഹം ആത്മാർത്ഥമായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ നിന്നെയാണ് എന്റെ ബലമായ സംശയം. ഏട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമോ? ഇതിന്റെ പിൻപിൽ മറ്റെന്തോ ആണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. എന്റെ കുഞ്ഞിന്റെ മുഖം ഒരു മിനിറ്റ് പോലും നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അബി പൊട്ടിക്കരയുകയാണ്. പെട്ടെന്ന് ആദർശ് ഉടൻ തന്നെ നമുക്കിത് പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനെ വിളിക്കുന്നു. നന്ദു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ കൂട്ടത്തിൽ ചില പോലീസുകാരും ഒപ്പം നന്ദുവിന്റെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. നന്ദു വന്നിട്ട് ഹോസ്പിറ്റലിലെ CCTV ആദ്യം പരിശോധിക്കുമ്പോൾ ഈ കുഞ്ഞുമായിട്ടൊരു സ്ത്രീ ആശുപത്രിയുടെ പിറകിൽ കൂടി ഇറങ്ങിപ്പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. തുടർന്ന് നന്ദു പറയുന്നുണ്ട്, ഇതിന്റെ പിൻപിൽ കളിച്ചത് മറ്റാരുമല്ല, നമുക്കെതിരെ സ്ഥിരം കളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ തന്നെയാണ്, അനാമികയും അവളുടെ അച്ഛനും. അതുകൊണ്ട് എത്രയും വേഗം അവരെവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയേ പറ്റൂ. തുടർന്ന് നന്ദു വേഗത്തിൽ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ട് വേണുവിന്റെയും അനാമികയുടെയും ഫോൺ കോളുകൾ പരിശോധിക്കുവാനും ഒപ്പം വേണുവിന്റെ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുവാനും ആവശ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നന്ദുവിന്റെ കൂട്ടുകാർ നന്ദുവുമായി പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. തുടർന്ന് കാണുന്നത് അവർ നേരെ അനാമികയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ എത്തുമ്പോൾ രേവതി മാത്രമേ ആ വീട്ടിലുള്ളൂ. മൂവരും ചേർന്ന് രേവതിയെ ബലമായി പിടിച്ച് ഒരു വണ്ടിയിൽ കയറ്റി അജ്ഞാതമായൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം രേവതിക്ക് നല്ല ഒന്നാന്തരം തല്ല് ശരീരമാസകലം കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങളെ പുറം ലോകം കാണുവാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾക്കിനി ജീവിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്റെ ചേച്ചിയുടെ കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്നും ആരോ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആരാണ് കടത്തിക്കൊണ്ടുപോയതെന്ന്. അതങ്ങ് പറഞ്ഞാൽ മതി. ആദ്യമൊക്കെ രേവതി പറയുന്നുണ്ട്, മോളെ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ നിരപരാധിയാണ്, എനിക്കൊന്നും അറിയില്ല. പക്ഷെ നന്ദുവിന്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് ഇടി വാങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഒടുവിൽ രേവതി സത്യം തുറന്നു പറയുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയുടെ ഫോണിൽ നിന്ന് തന്നെ വേണുവിനെ കോൾ ചെയ്യുവാൻ രേവതിയോട് നന്ദു ആവശ്യപ്പെടുന്നു. തുടർന്ന് പറയുന്നുണ്ട്, ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വേണുവിനോട് പറയരുത്, പകരം ഇപ്പോൾ താൻ എവിടെയാണ് എന്നുള്ളതും കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ളതിനെക്കുറിച്ചും അറിയുവാൻ വേണ്ടി സാധാരണ രീതിയിൽ മാത്രമേ സംസാരിക്കാവൂ. ഇത് കേട്ടുകൊണ്ട് രേവതി ഫോൺ എടുത്ത് വേണുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വേണുവേട്ടാ നിങ്ങളിപ്പോൾ എവിടെയാണ്, കാര്യങ്ങളൊക്കെ എന്തായി? അത് പിന്നെ രേവതി, ഞാനിപ്പോൾ കുറച്ച് ദൂരെയാണ്, ആ കൊച്ചിനെ കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണ്. ഈ പരിസരത്ത് എവിടെയെങ്കിലും അതിനെ കൊണ്ട് കളഞ്ഞാൽ ആരെങ്കിലും അതിനെ എടുത്ത് പോലീസിൽ ഏൽപ്പിക്കും. അതോടുകൂടി അത് കറങ്ങിയടിച്ച് വീണ്ടും അനന്തപുരിയിൽ തന്നെ എത്തും. അതുകൊണ്ട് നമ്മളൊരു പണി ഏറ്റെടുത്താൽ അത് വെടിപ്പായിട്ടും വൃത്തിയായിട്ടും ഒക്കെ ചെയ്യണ്ടേ. ഞാനിച്ചിരി വൈകിയേ വീട്ടിലെത്തൂ. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇതിനെ സുരക്ഷിതമായിട്ടൊന്ന് കളയണം. അതിനെ കൊന്നുകളയാൻ ഞാൻ ഈ കൊച്ചിനോട് പറഞ്ഞതാണ്, പക്ഷേ അതിന് അവർക്കൊരു മടി. എനിക്കും അതിനങ്ങോട്ട് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടത് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ, വെറുതെ കൊന്നുകളയണ്ട എന്ന് തീരുമാനിച്ചു. എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിച്ചോളാം. ഇത്രയും വേണു പറയുമ്പോഴേക്കും നന്ദു പെട്ടെന്ന് രേവതിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ്, വേണു ഞാൻ നന്ദുവാണ്, മനസ്സിലായോ? നിന്റെ ഭാര്യ ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. എനിക്കറിയാമായിരുന്നു ആശുപത്രിയിൽ നിന്നും ഈ കുഞ്ഞിനെ കടത്തിയത് നീ തന്നെയാണെന്ന്. അതുകൊണ്ട് നിനക്ക് നിന്റെ ഭാര്യയെ ജീവനോടെ വേണമെങ്കിൽ മര്യാദയ്ക്ക് എത്രയും പെട്ടെന്ന് കുട്ടിയുമായിട്ട് ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം. ഇത്രയും കേട്ടപ്പോഴേക്കും വേണു വല്ലാതെ ഭയന്നുപോയി. തുടർന്ന് വേണു പറയുകയാണ്, അയ്യോ ഞാൻ നിരപരാധിയാണ്, ആ ജലജയാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചത്. അവർ പറഞ്ഞ കാര്യം ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ തന്നെ കുഞ്ഞുമായിട്ട് വരാം, രേവതിയെ ദയവ് ചെയ്ത് ഒന്നും ചെയ്യരുത്. തുടർന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഡ്രൈവറോട് പറയുകയാണ്, എടോ വണ്ടി നിർത്തൂ, തിരിച്ചുവിട്, ആകെ പ്രശ്നമായി. ആ പെണ്ണിന്റെ അനിയത്തി സ്ഥലം SI ആണ്, അവൾ എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ അവളാണ് എൻ്റെ ഭാര്യയുടെ ഫോണിൽ നിന്നും എന്നെ വിളിച്ച് സംസാരിച്ചത്. എൻ്റെ ഭാര്യയെ എനിക്കിനി തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കൊച്ചിനെ തിരികെ കൊണ്ടു കൊടുക്കണം.
അതൊരു ഭീഷണിയായിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. എന്താ സംഭവിക്കാൻ പോകുക എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും തിരിച്ചു പെട്ടെന്ന് വണ്ടി വിട്. അങ്ങനെ വേണു കുട്ടിയുമായി നന്ദു പറഞ്ഞ സ്ഥലത്തേക്ക് 1 മണിക്കൂറിനുള്ളിൽ മടങ്ങിയെത്തുന്നു. വേണുവിനെ കണ്ട മാത്രയിൽ കുട്ടിയെ വാങ്ങിയിട്ട് തന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിലേക്ക് നന്ദു കൊടുക്കുകയാണ്. എന്നിട്ട് രേവതിയുടെ മുൻപിലിട്ട് വേണുവിനെ കണ്ടമാനം ഇടിക്കുകയാണ്. ഒടുവിൽ ഇടിയെല്ലാം നിർത്തിയിട്ട് നന്ദു പറയുന്നുണ്ട്, തന്നെ തല്ലിക്കൊന്ന് കളയുകയാണ് വേണ്ടത്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇനി ഇടിച്ചാൽ ഇയാൾ ചത്തുപോകും. അതിന്റെ പിന്നാലെ തൂങ്ങാൻ എനിക്ക് നേരമില്ല. തൽക്കാലം ഞാൻ നിന്നെ വിടുന്നു. പക്ഷേ പലിശയും മുതലും കൂട്ടി ഇതിനെല്ലാം കൂടി കണക്ക് പറയാൻ ഞാൻ ഒന്നുകൂടി നിന്റെ വീട്ടിലോട്ട് വരും. അന്ന് തീരും ഈ കളികൾ മുഴുവനും. ഇത് പറഞ്ഞിട്ട് നന്ദു കുഞ്ഞിനെയും കൊണ്ട് വേഗം ആശുപത്രിയിലേക്ക് പോവുകയാണ്. പരിഭ്രാന്തിയോടുകൂടി അലറി കരഞ്ഞുകൊണ്ടിരിക്കുന്ന നവ്യയുടെയും അബിയുടെയും മുൻപിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് നന്ദു കയറി ചെല്ലുന്നത് കണ്ട് എല്ലാവരും അമ്പരപ്പോടുകൂടി ഓടി ചെല്ലുകയാണ് നന്ദുവിന്റെ അടുക്കലേക്ക്. നവ്യ കുഞ്ഞിനെ വാങ്ങിയിട്ട് ചോദിക്കുന്നു, മോളെ എന്താ സംഭവിച്ചത്? എവിടെയായിരുന്നു എൻ്റെ കുഞ്ഞിതുവരെ? കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? ചേച്ചി, കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. കുഞ്ഞു വളരെ സുരക്ഷിതമാണ്. ഞാൻ എല്ലാം പറയാം. ഇതിന്റെ പിൻപിൽ വലിയ കളികളൊക്കെയാണ് നടക്കുന്നത്. ഈ കളി കളിക്കുന്ന ആൾക്കാരൊക്കെ അനന്തപുരിയിലുള്ളവരാണ് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് കഷ്ടം. എന്നിട്ട് അബിയുടെ മുഖത്തേക്ക് നോക്കി പറയുകയാണ്, അബിയേട്ടന്റെ അമ്മ കൊടുത്ത കൊട്ടേഷനാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. കൊച്ചിനെയും കൊണ്ട് ഇവിടുന്ന് കടന്നത് മറ്റാരുമല്ല, അത് അനാമികയുടെ അച്ഛനാണ്. കുഞ്ഞിനെ മടക്കി കിട്ടിയതിന്റെ സന്തോഷത്തിൽ അതിനെ മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട് നവ്യ ഏങ്ങലടിച്ച ആ സമയത്ത് കരയുകയാണ്. കുഞ്ഞിനെ കണ്ടു കിട്ടിയതിലുള്ള ആഹ്ലാദത്തിൽ നയനയും ആദർശും മറ്റുള്ളവരുമെല്ലാം നന്ദുവിനോട് ഒത്തിരി നന്ദി പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ ആരാണ് കടത്തിക്കൊണ്ടുപോയത് എന്നുള്ളതൊന്നും അധികം അന്വേഷിക്കാതെയും ആലോചിക്കാതെയും പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്കറിയാം ഈ കള്ളന്മാരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെയാണുള്ളതെന്ന്. ഈ കുഞ്ഞിനെ പ്രസവിച്ച് ഇത്രയും സമയമായിട്ടും അബിയേട്ടന്റെ അമ്മ ഇവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലുമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഇനി ഈ കുഞ്ഞൊരിക്കലും അനന്തപുരിയിൽ ജീവിക്കുവാൻ അവർ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ആദർശേട്ടനും മുത്തച്ഛനും ഒക്കെ കൂടി കുഞ്ഞിന്റെയും എന്റെ ചേച്ചിയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തേ പറ്റൂ. ഇത് പറഞ്ഞിട്ട് നന്ദു ആശുപത്രിയിൽ നിന്നും മടങ്ങിപ്പോവുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ത്രില്ലടിപ്പിക്കുന്നതാണ്. പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ആ എപ്പിസോഡുകളുടെ റിവ്യൂവുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.